നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ്. അതിപ്രശസ്തമായ ഒരു ഭദ്രകാളി ക്ഷേത്രമാണിത്. ഓണാട്ടുകരയുടെ പരദേവതയായിട്ടാണ് അമ്മ ഇവിടെ കുടികൊള്ളുന്നത്. കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ദേവി ഇങ്ങോട്ട് എത്തിച്ചേർന്നത് എന്നൊക്കെയാണ് വിശ്വാസങ്ങൾ. ഈ ക്ഷേത്രത്തിന്റെ ആണ്ടുവിശേഷം ചെട്ടിക്കുളങ്ങര കുംഭഭരണി അതീവ പ്രശസ്തമാണ്. നമുക്കിന്ന് ഇവിടെ കുടികൊള്ളുന്ന ആ അമ്മയുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഈ ക്ഷേത്രവിശേഷങ്ങളിലൂടെ സഞ്ചരിക്കാം. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ചെട്ടിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു അതിപ്രശസ്ത ശക്തി ചൈതന്യ ഭൂമിയാണ്. കൊടുങ്ങല്ലൂർ അമ്മയുടെ മകൾ എന്ന സങ്കല്പത്തിൽ ജഗദംബിക പരിശോഭിക്കുന്ന ഈ പുണ്യഭൂമി ഐതിഹ്യങ്ങളാലും നാടോടി കഥകളാലും പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങളാലും ഒട്ടനവധി വിശ്വാസങ്ങളാലും ഉത്സവ പെരുമ കൊണ്ടുമൊക്കെ അതിസമ്പന്നമാണ്. ദേശിഞ്ഞ നാടിന് വടക്ക് നിലനിന്നിരുന്ന നാട്ടുരാജ്യമായിരുന്ന ഓടനാടാണ് പിന്നീട് ഓണാട്ടുകരയായി മാറുന്നത്. മഹാബലിയെ ഊട്ടിയ കാർഷിക സമൃദ്ധിയുടെ ഈറ്റില്ലമായ മലയാള ഭാഷ ഏറെ സ്ഫുടമായി ഉച്ചരിക്കുന്ന ഓണാട്ടുകരയുടെ പരദേവതയായി ഭഗവതി പരിശോഭിക്കുന്ന ഈ ദേവീക്ഷേത്രം ശബരിമലയ്ക്ക് ശേഷം ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. 1200 വർഷങ്ങൾക്ക് മേൽ പൗരാണികത അനുമാനിക്കപ്പെടുന്ന ഇവിടെ മകരമാസത്തിലെ ഉത്രട്ടാതി ദിനത്തിൽ പ്രതിഷ്ഠ നടത്തിയത് ആദിശങ്കരാചാര്യരുടെ ശിഷ്യനായ നരസിംഹ ഉപാസകനായ പത്മപാദറാണെന്ന് പറയപ്പെടുന്നു. പരശുരാമ പ്രതിഷ്ഠിതമായ 5 അമ്പാലയങ്ങളിൽ ഈ ക്ഷേത്രത്തിന് സ്ഥാനമുണ്ട് എന്നും ഒരു വാദമുണ്ട്. ദേവിയുടെ തിരുനാളായ കുംഭഭരണിക്ക് 13 കരക്കാർ തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയ്ക്കായി ഒരുക്കുന്ന കെട്ടുകാഴ്ചകളും കുത്തിയോട്ടവുമൊക്കെ ലോക പ്രശസ്തമാണ്. ഇത് യുനെസ്കോയുടെ ശ്രദ്ധ വരെ പിടിച്ചുപറ്റിയ ഒരു ആഘോഷമാണ്. ക്ഷേത്രത്തിന് മുമ്പിലുള്ള 1001 തിരികളുള്ള വിളക്ക് ആൽവിളക്ക് എന്നറിയപ്പെടുന്നു. 13 കരകളെ പ്രതിനിധീകരിക്കുന്ന 13 തട്ടുകൾ ഇതിനുണ്ട്. ഇങ്ങനെ അതിപ്രശസ്തമായ ഈ പുണ്യഭൂമിയിലേക്ക് ഭഗവതി എത്തിച്ചേരുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ നിന്നും കുറച്ച് അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു ദേവീക്ഷേത്രത്തിൽ ഉത്സവം കാണുവാൻ ഈ ദേശത്തുള്ള കുറച്ച് പ്രമാണിമാർ പോയി. അവിടെ വെച്ച് അവർക്ക് ചില അപമാനങ്ങൾ നേരിടേണ്ടി വന്നു. ആ വിഷമങ്ങളിൽ അസ്വസ്ഥരായ അവർ തങ്ങളുടെ ദേശത്തും ഒരു ദേവീക്ഷേത്രം വേണം എന്നാഗ്രഹിച്ചു. അതിനായി അവർ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ എത്തി 12 ദിവസം ഭജനം പാർത്തു. അവസാന ദിവസം രാത്രി ദേവി അവർക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷയായി. ഞാൻ ചെട്ടിക്കുളങ്ങരയിൽ എത്തിക്കോളാം എന്ന് വാക്കുകൊടുത്തു. പിറ്റേ ദിവസം വെളിച്ചപ്പാട് നൽകിയ ദേവിയുടെ വാളുമായി അവർ ഈ ദേശത്തേക്ക് തിരിച്ചെത്തി. അങ്ങനെ എല്ലാവരും അമ്മയുടെ ആ വരവിനായി കാത്തിരുന്നു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു സന്ധ്യ സമയത്ത് കരിപ്പുഴ തോടിന്റെ മറുകരയിൽ ഒരു വയോവൃദ്ധ പ്രത്യക്ഷപ്പെട്ടു. ആ അമ്മ കടത്തുകാരനോട് തന്നെ ചെട്ടിക്കുളങ്ങര എത്തുവാൻ സഹായിക്കണം എന്നാവശ്യപ്പെട്ടു. ദേവി ആദ്യം കടത്തിറങ്ങി കാലു കുത്തിയ ദേശം കടവു എന്നറിയപ്പെടുന്നു. വൃദ്ധയെ കരക്ക് എത്തിച്ചുവെങ്കിലും രാത്രി സമയത്ത് അവരെ തനിച്ചാക്കി പോകുവാൻ കടത്തുകാരന് മനസ്സ് അനുവദിച്ചില്ല. അയാൾ പുതുശ്ശേരിയിലെ ആഞ്ഞിലി മരച്ചുവട്ടിൽ ഇരുന്ന് വിശ്രമിക്കുവാൻ അവരെ ഏൽപ്പിച്ച് അടുത്തുള്ള പതിയാർ ഭവനത്തിൽ ചെന്ന് ദാഹജലവും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങിക്കൊണ്ടു കൊടുത്തു. ദേവി വിശ്രമിച്ച സ്ഥലമാണ് പിന്നീട് പുതുശ്ശേരി അമ്പലമായി മാറുന്നത്. അമ്മയ്ക്ക് ദാഹജലം കൊടുത്ത പതിയാർ ഭവനത്തിലുള്ളവർക്ക് ദേവിയുടെ തിരുവസ്ത്രങ്ങൾ അലക്കുവാനുള്ള അവകാശവും ലഭിച്ചു. വിശ്രമിക്കുവാനിരുന്ന വൃദ്ധ പെട്ടെന്ന് അപ്രത്യക്ഷയായ വിവരം കടത്തുകാരൻ നാട്ടുകാരോടൊക്കെ പങ്കുവച്ചു.
അടുത്ത ദിവസം ചെട്ടിക്കുളങ്ങരയിൽ തന്നെയുള്ള താഴവന ഇല്ലത്തേക്ക് ഒരു വൃദ്ധ കയറി വന്നു. അപ്പോൾ അവിടെ പുരവേച്ചിൽ നടത്തുന്ന ജോലിക്കാർക്ക് മുതിരപ്പുഴുക്കും കഞ്ഞിയും വസ്ത്രവും വിളമ്പുന്ന സമയമായിരുന്നു. തനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് എത്തിയ അതിഥിയായ വയോവൃദ്ധയ്ക്കും ഉടനെ തന്നെ ഇല തടയിട്ട് ഗൃഹനാഥൻ കഞ്ഞി വിളമ്പി. അതിനുശേഷം വടക്ക് ഭാഗത്തുള്ള കുളത്തിൽ മുഖം കഴുകുവാനായി ഇറങ്ങിയ വൃദ്ധ ഒരു പ്രകാശഗോളമായി ജ്വലിച്ചുയർന്ന് അപ്രത്യക്ഷയാകുന്നത് ഇല്ലത്തെ അന്തർജനം കാണുകയും അവർ ബോധരഹിതയായി തീരുകയും ചെയ്തു. ദേവി അപ്രത്യക്ഷയായ സ്ഥലം മൂലസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. ഈ സംഭവങ്ങളെല്ലാം നാട്ടിൽ പരക്കുകയും അങ്ങനെ പ്രശ്നം വെച്ച് നോക്കുകയും കൊടുങ്ങല്ലൂരിൽ നിന്നും ദേവി ഇവിടെ എത്തി എന്ന് എല്ലാവരും ഉറപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഓടനാട് നരിയങ്ങമണ്ണൂർ കൊട്ടാരത്തിൽ വിവരം ധരിപ്പിക്കുകയും ഇരവി മാർത്താണ്ഡവർമ്മൻ രാജാവ് ക്ഷേത്ര നിർമ്മാണത്തിനായി കൊടുങ്ങല്ലൂരിൽ ദേവീ ഉപാസന നടത്തിയ ദേശപ്രമാണിമാരെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഈരേഴ തെക്ക്, ഈരേഴ വടക്ക്, കൈത തെക്ക്, കൈത വടക്ക്, കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, പേള, കടവൂർ, ആഞ്ഞിലിപ്ര, മറ്റം വടക്ക്, മറ്റം തെക്ക്, മേനാമ്പള്ളി, നടൈക്കാവ് എന്നീ 13 കരകൾക്കും ദേശനാഥയായി ചെട്ടിക്കുളങ്ങര ഭഗവതി അന്നു മുതൽ ഈ പുണ്യ പുരാതന ഭൂമിയിൽ പരിശോഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിവിശാലമായ ക്ഷേത്രഭൂമി പ്രഥമ ദർശനത്തിൽ തന്നെ ഒരു ഭദ്രകാളി ക്ഷേത്രത്തിന്റെ ഊർജവും അനന്തമായ ശക്തി ചൈതന്യവും പ്രതിഫലിപ്പിക്കുന്നുണ്ട്. മകരഭരണിയോടനുബന്ധിച്ചുള്ള ഉത്സവാഘോഷങ്ങളും ഭാഗവത സപ്താഹവും ഒക്കെ നടക്കുന്ന സമയത്താണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. നാലമ്പലം താരതമ്യേന ചെറുതാണ്. ചതുര ശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി ദാരുബിംബത്തിൽ ഓണാട്ടുകരയുടെ പരദേവതയായി ഭക്തജനങ്ങളുടെ പൊന്നു തമ്പുരാട്ടിയായി ചെട്ടിക്കുളങ്ങര ഭഗവതി പരിശോഭിക്കുന്നു. ദിവ്യമംഗള സ്വരൂപിണിയായി, ജ്ഞാനാംബികയായി, ഭക്തജന സംരക്ഷകയായി ജഗൽ ജനനി പരിശോഭിക്കുന്ന ഗർഭഗൃഹം പ്രവഹിപ്പിക്കുന്ന ശക്തി ചൈതന്യം വാക്കുകൾക്കപ്പുറത്താണ്. നാലമ്പലത്തിലേക്ക് വടക്കു ഭാഗത്തു കൂടിയാണ് പ്രവേശിക്കുന്നത്. ഭദ്രകാളി പ്രതിഷ്ഠയാണെങ്കിലും പ്രഭാതത്തിൽ സരസ്വതിയായും മധ്യാഹ്നത്തിൽ മഹാലക്ഷ്മിയായും വൈകിട്ട് ദുർഗയായും ദേവി ദർശനം നൽകുന്നു എന്നും ഒരു വിശ്വാസമുണ്ട്. നാലമ്പലത്തിന് പുറത്ത് ദേവിക്ക് ഏകദേശം നേരെ മുമ്പിലായി പടിഞ്ഞാറ്റ് ദർശനമായി യക്ഷിയമ്മ കുടികൊള്ളുന്നു. യക്ഷസ ദേവീഭാവത്തിലുള്ള തേവാരമൂർത്തി, കണ്ണമ്പള്ളിൽ ദേവി, ഗണപതി, നാഗരാജാവ്, നാഗയക്ഷി, ശൈവമൂർത്തിയായ ബാലകൻ എന്നിങ്ങനെയുള്ള ഉപദേവതകൾ ക്ഷേത്രമതിൽക്കകത്തുണ്ട്. ഇവിടെ പാട്ടമ്പലവും ഉണ്ട്. കരിപ്പുഴ തോട് കടന്ന് ഇവിടെ എത്തി ഓണാട്ടുകരയുടെ പൊന്നുതമ്പുരാട്ടി അമ്മയായി മാറിയ ജഗൽ ജനനിയുടെ തിരുനാളായ കുംഭത്തിലെ ഭരണിയാണ് ചരിത്ര പ്രശസ്തമായ ചെട്ടിക്കുളങ്ങര ഭരണിയായി ആഘോഷിക്കുന്നത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ചെട്ടിക്കുളങ്ങര കെട്ടുകാഴ്ച ഒരു വിസ്മയം തന്നെയാണ് എന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. 13 കരക്കാരും കെട്ടുകാഴ്ചകൾ ഒരുക്കി തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. ദേവിയുടെ ഇഷ്ട വഴിപാടായ കുത്തിയോട്ടത്തിന്റെ സമർപ്പണവും ഉത്സവകാലത്ത് നടക്കുന്നു. കുതിരയും തേരും ഭീമസേനനും ഹനുമാനും പാഞ്ചാലിയുമാണ് ചെട്ടിക്കുളങ്ങര കാഴ്ചകണ്ടത്തിനെ അലങ്കരിക്കുന്ന ഭീമാകാരമായ കെട്ടുകാഴ്ചകൾ. ദാരുശില്പകലയുടെ വലിയൊരു പ്രദർശന വേദി കൂടിയാണ് ഈ കെട്ടുകാഴ്ചകൾ. ജീവതയിലേറിയാണ് ദേവി കാഴ്ചകണ്ടത്തിലേക്ക് എഴുന്നള്ളുന്നത്. ജീവത എഴുന്നള്ളത്തിന് ഈ ദേശത്ത് ഒത്തിരി പ്രാധാന്യമുണ്ട്. തോളിലേറ്റുന്ന അമ്മയുടെ രഥമായ ജീവതയിൽ ദേവി സാന്നിധ്യം ചെയ്യുന്നു എന്നാണ് വിശ്വാസം. മകരത്തിലെ മകൈര്യത്തിൽ തുടങ്ങി മീനത്തിലെ അശ്വതി വരെ നടക്കുന്ന കരകളിലേക്കുള്ള പറയെടുപ്പിനും ദേവി എഴുന്നള്ളുന്നത് ജീവതയിലാണ്. ഈ ദിവസങ്ങൾക്കിടയിലാണ് കുംഭഭരണി, 13 ദിവസത്തെ എതിരേൽപ്പ് എന്നിവയൊക്കെ നടക്കുന്നത്.
ശിവരാത്രി നാളിൽ കരക്കാർ കെട്ടുകാഴ്ച നിർമ്മാണം ആരംഭിക്കുന്നു. ഭരണി നാൾ വൈകിട്ട് കാഴ്ചകണ്ഠത്തിൽ എത്തിക്കുന്ന ഓരോ കെട്ടുകാഴ്ചകളുടെ മുമ്പിലും ജീവതയിൽ ഏറിയെത്തുന്ന പൊന്നു തമ്പുരാട്ടി എത്തുകയും അതിനെയെല്ലാം അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ഭഗവതത്തിനായി ഇരട്ടപ്പോത്തുകളെ കെട്ടിയ വണ്ടിയിൽ പോകുന്ന ഭീമസേനന്റെ ശില്പത്തിന് കണ്ണുകിട്ടാതിരിക്കുവാൻ വെക്കുന്ന വൃദ്ധയുടെ ശില്പം ഈച്ചാടി വല്യമ്മ എന്നറിയപ്പെടുന്നു. പാഞ്ചാലി ദേവിയുടെ ശില്പത്തിന് സാരി വഴിപാട് നടത്തുന്നത് നല്ലതാണ്. പാഞ്ചാലി സമേതനായ ഹനുമാൻ എന്നാണ് ഈ കെട്ടുകാഴ്ച അറിയപ്പെടുന്നത്. കുതിരയുടെ പ്രഭടയിൽ സ്ഥാപിച്ചിട്ടുള്ള വിശ്വരൂപ സങ്കല്പമായ ഭദ്രകാളി മുടിക്ക് മുമ്പിൽ പറ സമർപ്പിക്കാറുണ്ട്. കുതിരയുടെ ഇടക്കൂടാരത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന പാവകൾക്ക് ഉടയാടകൾ സമർപ്പിക്കുന്നത് സന്താന സൗഭാഗ്യത്തിന് നല്ലതാണ്. കണ്ണമംഗലം മഹാദേവൻ ചെട്ടിക്കുളങ്ങര ഭഗവതിയുടെ പിതാവാണ് എന്ന വിശ്വാസമുള്ളതിനാൽ പിതൃപുത്രി സമാഗമവും കെട്ടുകാഴ്ചയിൽ ഉണ്ടാവുന്നു. ഭീമാകാരമായ കെട്ടുകാഴ്ചകൾ ഒരുക്കുന്നതിന് കണക്കുകളും പ്രതിഭയും ദേവിയുടെ അനുഗ്രഹവും ഒത്തുചേരേണ്ടതുണ്ട്. പണ്ട് ഈ ദേശത്ത് നിലനിന്നിരുന്ന ബുദ്ധമത സംസ്കാരത്തിന്റെ ശേഷിപ്പുകളാണ് ഈ ഭീമാകാരമായ കെട്ടുകാഴ്ചകളുടെ ആകൃതിക്ക് പിറകിൽ നിന്നും ഒരു വാദമുണ്ട്. ഈ ദേശത്ത് ഉള്ള ജനങ്ങളുടെ വാസ്തുവിദ്യയുടെയും കഠിനാധ്വാനത്തിന്റെയും കലാമേന്മയുടെയും പൂർണ്ണത കൂടി പങ്കുവെക്കുന്ന കെട്ടുകാഴ്ചകൾ അമ്മയ്ക്കായി സമർപ്പിതമാകുന്നതോടുകൂടി അലൗകികമായ ദിവ്യാനുഭവമായി മാറുന്നു. ഓരോ കെട്ടുകാഴ്ചയും ഓരോ കരക്കാരുടെ അവകാശവും ദേവിക്കുള്ള സമർപ്പണവുമാണ്. കുത്തിയോട്ടം എന്ന അനുഷ്ഠാന കലയോട് ചേർത്ത് ദേവിയുടെ വാഹനമായ വേതാളത്തിന്റെ രക്തദാഹം ശമിപ്പിക്കുവാൻ നരബലി നൽകുവാൻ ഭക്തർ തയ്യാറായ കഥയും പരമദേവീ ഭക്തനായ ഒരു രാജാവ് ദത്തുപുത്രനെ തന്റെ ദേശത്തിന്റെ നന്മയ്ക്കായി ബലി നൽകിയ കഥയും ഒക്കെ ചേർത്ത് പറയാറുണ്ട്. ആൺകുട്ടികളെയാണ് ഇതിന് പരിശീലിപ്പിക്കുന്നത്. ഈ ദേശത്ത് കുത്തിയോട്ടം എന്ന പുരാതന കല വളരെ കൃത്യമായി ശീലിപ്പിക്കുവാൻ അറിവുള്ള സംഘങ്ങളും ആശാന്മാരും ഒക്കെയുണ്ട്. കുത്തിയോട്ടം വഴിപാടായി നടത്തുവാൻ ലക്ഷങ്ങളുടെ ചെലവുണ്ടത്രേ. ദേവീസ്തുതികൾ പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയാണ് ഇതിനായി പാടുന്നത്. ശിവരാത്രിക്ക് പഠനം തുടങ്ങിയാൽ കുട്ടികൾ ഭരണിക്ക് അതിന്റെ പരിപൂർണതയിൽ അമ്മയ്ക്ക് മുമ്പിൽ കുത്തിയോട്ടം സമർപ്പിക്കുവാൻ പ്രാപ്തരാകുന്നു. കഠിനമായ വ്രതനിഷ്ഠകൾ ഇതിനായി ആവശ്യമുണ്ട്. ദാരികവധത്തിനായി ഇറങ്ങുന്ന ഭദ്രകാളി ദേവിയുടെ ഭടന്മാരായാണ് കുത്തിയോട്ടത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളെ കണക്കാക്കുന്നത്. കുട്ടികളുടെ ശിരസിൽ സ്വർണ്ണ നിറത്തിലുള്ള കിരീടവും കയ്യിൽ തോൾ വളയും കഴുത്തിൽ രക്തവർണ്ണമുള്ള പുഷ്പങ്ങൾ കൊണ്ടുള്ള മാലയും അണിയിക്കുന്നു. ഭദ്രകാളിയുടെ കോപമടങ്ങുവാനായി കൈലാസനാഥൻ താണ്ഡവം ആടിയതും ഈ കലയോട് ചേർത്ത് പറയാറുണ്ട്. ഇങ്ങനെ ഒത്തിരി ആചാര അനുഷ്ഠാനങ്ങളുടെയും പാരമ്പര്യ ചടങ്ങുകളുടെയും വിശുദ്ധി നിറഞ്ഞ കുത്തിയോട്ടം എന്ന ക്ഷേത്രകല അമ്മയ്ക്ക് മുമ്പിൽ ആടുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ഓരോ കുഞ്ഞും ചെട്ടിക്കുളങ്ങര വാഴും ജഗൽ ജനനിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവുന്നു എന്നാണ് വിശ്വാസം. കുംഭഭരണി ദിവസം ചെട്ടിക്കുളങ്ങര ദേശത്തെ വീടുകളിൽ ഒരുക്കുന്ന ഒരു പ്രധാന വിഭവമാണ് കൊഞ്ചും മാങ്ങയും. അതിന് പിറകിൽ ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് ഒരു കുംഭഭരണി ദിവസം ദേവി ഭക്തയായ ഒരു വീട്ടമ്മ കൊഞ്ചും മാങ്ങയും ചേർത്തൊരു വിഭവം ഉണ്ടാക്കുകയായിരുന്നു. ആ സമയം അവരുടെ വീടിന്റെ അടുത്തുകൂടെ കുത്തിയോട്ട ഘോഷയാത്ര പോകുന്നതിന്റെ ആരവം കേട്ടു. അവർക്ക് അത് കാണുവാൻ ഏറെ മോഹം തോന്നിയപ്പോൾ അവർ ദേവിയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ, അടുപ്പിലുള്ളത് കരിയാതെ നോക്കിക്കൊള്ളണേ എന്ന്. എന്നിട്ട് അവർ പുറത്തേക്ക് പോയി. ഘോഷയാത്രയ്ക്ക് കണ്ട് അവർ തിരിച്ചു വന്നപ്പോൾ കാണുന്നത് അടുപ്പിലുണ്ടായിരുന്ന കൊഞ്ചും മാങ്ങയും വൃത്തിയായി പാചകം ചെയ്ത് വാങ്ങി വെച്ചിരിക്കുന്നതാണ്. വേറൊരു ഐതിഹ്യപ്രകാരം കൊടുങ്ങല്ലൂരിൽ നിന്നും ചെട്ടിക്കുളങ്ങരയിൽ എത്തിച്ചേർന്ന ദേവിക്ക് ഇവിടെയുള്ള ഒരു വീട്ടിൽ നിന്നും ഈ വിഭവം കൂട്ടി ഊണ് കൊടുത്തു എന്നതാണ്. എന്തായാലും ഉത്സവകാലത്ത് ഇത് ഈ ദേശത്തെ ഒരു പ്രിയ വിഭവമായി മാറി.
കുതിരമൂട്ടിൽ കഞ്ഞി ഇവിടുത്തെ പ്രശസ്തമായ വഴിപാടാണ്. ദേവി ഈ നാട്ടിലെത്തിയപ്പോൾ ആദ്യം കഴിച്ച കുതിരപ്പുഴുക്കും അസ്ത്രവും കടുമാങ്ങയും കഞ്ഞിയും ചേർന്ന ഈ വഴിപാട് പരമ്പരാഗതമായി തന്നെയാണ് ഉത്സവകാലത്ത് നടത്തുന്നത്. ഓലക്കാല തടകെട്ടി നിലത്ത് വെച്ച് വാഴയിലക്കുമ്പിളിൽ വിളമ്പുന്ന മേൽപ്പറഞ്ഞ വിഭവങ്ങളോടൊപ്പം അവൽ, പഴം, ഉണ്ണിയപ്പം എന്നിങ്ങനെയും ഉണ്ടാവാറുണ്ട്. കുംഭഭരണിയോടനുബന്ധിച്ച് നടക്കുന്ന കാർഷിക സംസ്കാരത്തിന്റെ മുഖമുദ്രയായ ഭരണിച്ചന്തയും പ്രശസ്തമാണ്. ചെട്ടിക്കുളങ്ങര ഭഗവതി വർഷം തോറും മീനഭരണിയുടെ തലേന്ന് അശ്വതി നാളിൽ സ്വന്തം അമ്മയായ കൊടുങ്ങല്ലൂർ ഭഗവതിയെ കാണുവാൻ കൊടുങ്ങല്ലൂർക്ക് പോകാറുണ്ട്. അപ്പോഴും കെട്ടുകാഴ്ചകൾ ഒരുക്കുന്നു. മീനഭരണി ദിവസം ദേവി ഇവിടെ ഇല്ലാത്തതിനാൽ അന്ന് ഈ ക്ഷേത്രം തുറക്കാറില്ല. ഒരു ദിവസം ആണെങ്കിൽ പോലും തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ ഈ ദേശം വിട്ട് യാത്ര പറയുന്ന ആ ചടങ്ങ് അതീവ ശോകമുഖമാണ്. മേൽശാന്തി ഉൾപ്പെടെ ഈ ദേശവാസികൾ എല്ലാവരും ആർദ്രമായ ചിത്തത്തോടെയും കണ്ണുനീർ നിറഞ്ഞ നയനങ്ങളോടെയും തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നു തമ്പുരാട്ടിയെ മാതൃഗൃഹമായ കൊടുങ്ങല്ലൂരിലേക്ക് യാത്രയാക്കുന്നു. കാർത്തിക നാൾ പുലർച്ചെ ദേവി എത്തിയാൽ ആദ്യം ആലിന്റെ കൊമ്പിൽ വന്ന് ഇരിക്കുമെന്നും അവിടെ ഇരുന്ന് വിശ്രമിച്ചു കഴിഞ്ഞ് പിന്നെ അവിടെ നിന്നും ഒറ്റ കുതിപ്പിന് ശ്രീകോവിലിൽ എത്തുമെന്നും പറയപ്പെടുന്നു. ആലിന്റെ കൊമ്പ് അടർന്നു വീഴുന്നതും ശ്രീകോവിലിൽ ഉണ്ടാവുന്ന അസാധാരണമായ ശബ്ദങ്ങളും ദേവി ഇവിടെ എത്തി എന്നതിന്റെ സൂചനകളാണ് നൽകുന്നത്. കാർത്തിക നാളിൽ തിരുവാഭരണങ്ങൾ അണിഞ്ഞ് അതിസുന്ദരിയായി ദേവി തന്റെ മക്കളായ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്നു. ഈ ദർശനം അതീവ ശ്രേഷ്ഠമാണ്. ചാന്താട്ടം ഏറെ ഫലസിദ്ധിയുള്ള വഴിപാടാണ്. വൃശ്ചികത്തിൽ കളമ്പാട്ട് നടക്കുന്നു. കുംഭഭരണിക്ക് മുമ്പ് തോറ്റമ്പാട്ട് ഉണ്ടാവാറുണ്ട്. ദാരികവധവും ബാലകന്റെ ജനനവുമൊക്കെ ഇതിവൃത്തമാകുന്ന തോറ്റമ്പാട്ട് ശ്രവിക്കുന്നത് ബാധകൾ, അകാരണമായ ഭയം എന്നിവ ഭേദമാകുവാൻ നല്ലതാണ് എന്നൊരു വിശ്വാസമുണ്ട്. 41 ദിവസത്തെ കളമ്പാട്ടിന്റെ അവസാനം ഗുരുതി നടക്കാറുണ്ട്. മകരത്തിലെ ഭരണി കഴിഞ്ഞുള്ള മകൈരത്തിന് നടക്കുന്ന കൈനീട്ടപ്പറ ദേവി സ്വീകരിക്കുന്നത് ചെമ്പോലിൽ തറവാട്ടിൽ നിന്നാണ്. വൃശ്ചികം മുതൽ മീനം വരെ ഭരണി ദിവസങ്ങളിലുള്ള എഴുന്നള്ളത്ത് പ്രശസ്തമാണ്. വൃശ്ചികത്തിൽ മേശാന്തിയുടെ നേതൃത്വത്തിൽ കൈവട്ടകയിലാണ് ദേവിയെ എഴുന്നള്ളിക്കുന്നത്. ധനുമാസ ഭരണി, ഉത്രട്ടാതി അടിയന്തരം, മകരഭരണി, മകരത്തിലെ കാർത്തിക പൊങ്കാല, തൃക്കാർത്തിക, നവരാത്രി, ശിവരാത്രി എന്നിങ്ങനെ വേറെയും ആണ്ടുവിശേഷങ്ങൾ ഇവിടെയുണ്ട്. ചാന്താട്ടത്തിനു പുറമെ പന്തീരുനാഴി, നിറമാല, ഭഗവതി സേവ, കടുംപായസം, ത്രിമധുരം, അർച്ചനകൾ എന്നിങ്ങനെ ഒത്തിരി വഴിപാടുകൾ ഈ ദേവീ ക്ഷേത്രത്തിലുണ്ട്. കുംഭം, മീനം ഒഴികെ ബാക്കി എല്ലാ മാസവും ഭരണി നാളിൽ ഗുരുതി വഴിപാട് ഉണ്ടാവുന്നു. പ്ലാക്കുടി ഇല്ലത്തിനാണ് താന്ത്രിക അധികാരമുള്ളത്. ദേവിയുടെ ശക്തി ചൈതന്യം അത്രയും കൂടുതലായതിനാൽ കുറയ്ക്കുവാനായി ശ്രീകോവിലിനകത്ത് സാങ്കല്പിക വിഷ്ണു പ്രതിഷ്ഠ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പടിഞ്ഞാറു വശത്തുള്ള ചെമ്പകത്തിലും കരിമ്പനകളിലും ദേവിയുടെ പരിവാരങ്ങളായ യക്ഷി, ഗന്ധർവ സാന്നിധ്യങ്ങൾ വസിക്കുന്നുണ്ട് എന്ന വിശ്വാസമുള്ളതിനാൽ പണ്ടൊക്കെ ആനകളെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോവാറില്ലത്രേ. ഇങ്ങനെ എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത സർവ മനുഷ്യരെയും യാതൊരു വിലക്കുകളുമില്ലാതെ സ്വീകരിക്കുന്ന ഈ ശക്തി ചൈതന്യ ഭൂമി മുഴുവനും വാക്കുകൾക്ക് അപ്പുറത്തുള്ള ഊർജ പ്രവാഹം നിറഞ്ഞിരിക്കുന്നു. ഈ പുണ്യഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഹൃദയത്തിൽ നിറയുന്നത് ചെട്ടിക്കുളങ്ങര വാഴും അമ്മയുടെ കരുതലാണ്. ആരോ നമ്മളെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഒരു ദിവ്യാനുഭവം ഈ പുണ്യഭൂമി പങ്കുവെക്കുന്നുമുണ്ട്. ഒരമ്മയുടെ സാന്നിധ്യം പലപ്പോഴായി പല സുഹൃതികൾക്കും ഇവിടെ വെച്ച് അനുഭവിക്കുവാൻ സാധിച്ചിട്ടുള്ള നിരവധി ദിവ്യാനുഭവങ്ങൾ ഭക്തജനങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ചെട്ടിക്കുളങ്ങര ഭരണി എന്ന അതിപ്രശസ്ത ആണ്ടുവിശേഷത്തിന്റെ ഗരിമ കാത്തു സൂക്ഷിക്കുന്ന ഈ പുരാതന ഭൂമി അനുഭവിച്ച് തൊട്ടറിയേണ്ട വിസ്മയം തന്നെയാണ്. കൊടുങ്ങല്ലൂരിൽ നിന്നും ഇവിടെയെത്തി ഈ പുണ്യദേശത്തിന്റെ തമ്പുരാട്ടി അമ്മയായി വാണരുളുന്ന ജഗദംബിക
നാം ഏവരെയും കാത്ത് സംരക്ഷിക്കട്ടെ. അമ്മയുടെ ഈ ദിവ്യഭൂമിക്ക് ശതകോടി സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇത്രയും നേരം അമ്മ അനുവദിച്ചു നൽകിയ ഓരോ അക്ഷരവും ചിലമ്പുകൾ അണിഞ്ഞ അവിടുത്തെ ആ പൊന്നു തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിച്ചുകൊള്ളുന്നു. ബാലചന്ദ്രകലാപീഠേ ബാലജാഗ്രത്വിലോചനെ നീലകണ്ഠ പ്രിയസുതേ ഭദ്രകാളി നമോസ്തുതേ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു. ജഗദംബികാ സ്മരണം. ശ്രീ മഹാദേവേ നമഃ.